പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ഡോക്ടർമാർ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. അവർക്ക് കുടിശ്ശികയുണ്ട് എന്നും ആ ശമ്പള കുടിശ്ശിക തീർത്തു നൽകാതെ ഇനി ജോലിയിൽ പൂർണ്ണമായും സജ്ജരാകാൻ ഒരുക്കമല്ല എന്നുമാണ് കേരളത്തിലെ ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോഴത്തെ സമരം തുടരുകയാണ്. ആ സമരം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ദിവസങ്ങൾക്ക് ശേഷമാണ് എങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നത് സന്തോഷകരമാണ്. കാരണം ഈ സമരത്തിൽ വരഞ്ഞു പോയിട്ടുള്ളത് സാധാരണക്കാരായ രോഗികൾ ആണ്. അവർക്ക് സ്വകാര്യ ആശുപത്രികളെ അടക്കം ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ മുടങ്ങിയ പശ്ചാത്തലത്തിൽ ഇപ്പോഴിതാ തർക്കം പരിഹരിക്കാൻ ഇന്ന് വകുപ്പുകൾ തമ്മിലുള്ള ഉന്നതതല ചർച്ച നടക്കുകയാണ്. ധനകാര്യമന്ത്രിയും ആരോഗ്യ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വകുപ്പുകൾ തമ്മിലുള്ള ആലോചനയ്ക്ക് ശേഷമായിരിക്കും KGMCTA പ്രതിനിധികളുമായി സർക്കാർ ചർച്ച നടത്തുക എന്നതാണ്. അതേസമയം KGMCTA നടത്തിവരുന്ന OP ബഹിഷ്കരണവും സമര പരിപാടികളും തുടരുന്ന സാഹചര്യം കൂടിയാണുള്ളത്. ഇപ്പോൾ ഡാൻ കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഇതാ ദിവസങ്ങൾക്ക് ശേഷമാണ് എങ്കിലും പ്രശ്നം പരിഹരിക്കുവാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ധനമന്ത്രാലയം ചർച്ച നടത്തുന്നു. മാസങ്ങളായുള്ള കുടിശ്ശിക തന്നു തീർക്കണം എന്നതാണ് ഡോക്ടർമാരുടെ ആവശ്യം. അതിനോട് മുഖം തിരിച്ചപ്പോഴാണ് ആരോഗ്യമേഖല സ്തംഭിച്ചത്. പരിഹാരം അടുത്തെങ്ങാനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ ഡാൻ? രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KGMCTA നേതൃത്വത്തിൽ OP ബഹിഷ്കരണം തുടരുന്നത്. അടിയന്തരമല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ബഹിഷ്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നേരത്തെ തന്നെ തീയതി നിശ്ചയിക്കപ്പെട്ട് ആശുപത്രികളിൽ എത്തുന്നവർക്ക് അത് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുവെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രധാനമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, കുടിശ്ശിക കൊടുത്ത് അവസാനിപ്പിക്കുക, അതോടൊപ്പം സേവന വേതന വ്യവസ്ഥയിലെ മറ്റ് അപാകതകൾ പരിഹരിക്കുക. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KGMCTA നേതൃത്വത്തിൽ ഈ OP ബഹിഷ്കരണം തുടരുന്നത്. ഒരു വശത്ത് ആരോഗ്യമേഖലയെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ചില വിവാദങ്ങൾ വലിയ തരത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറുവശത്ത് KGMCTA നേതൃത്വത്തിൽ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക, അതിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് OP ബഹിഷ്കരണം പുരോഗമിക്കുന്നത്. ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ഇരു വകുപ്പുകളിലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമായും അതോടൊപ്പം തന്നെ ഫിനാൻസ് സെക്രട്ടറിയുമായും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രാഥമികമായ ചർച്ചകൾ നേരത്തെ നടന്നിരുന്നതാണ്. പക്ഷേ KGMCTA ഭാരവാഹികൾ മുമ്പോട്ട് വെക്കുന്ന ആവശ്യം തങ്ങൾക്ക് ഒരു സമവായത്തിന്റെ പാതയിലൂടെ പ്രശ്നം അവസാനിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ അവകാശങ്ങൾ അത് കൃത്യമായി തന്നെ എത്രയും പെട്ടെന്ന് നേടിയെടുക്കേണ്ടതുണ്ട്. കാരണം ഇനിയും ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത്രമാത്രം വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിലൂടെയാണ് ജോലി ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നത്. അത് പല ആശുപത്രികളിലും മതിയായ ഡോക്ടർമാരില്ല. അതുകൊണ്ട് തന്നെ 10 രോഗികളെ നോക്കേണ്ട സ്ഥാനത്ത് 50-100 പേരെ നോക്കേണ്ട സ്ഥിതിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അപാകതകൾ പരിഹരിക്കാതെ ഇനി മുമ്പോട്ട് പോകാനാവില്ല എന്ന നിലപാടിലാണ് KGMCTA. ആ ഉറച്ച നിലപാട് അവർ സർക്കാരിനെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വകുപ്പ് തലത്തിൽ ഈ സെക്രട്ടറിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചർച്ചയ്ക്ക് ശേഷം KGMCTA പ്രതിനിധികളുമായി ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഒരുപക്ഷെ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറായേക്കും. ആ ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ഉള്ളത്. ദിവസങ്ങളായി തുടരുന്ന സർക്കാർ ഡോക്ടർമാരുടെ പണിമുടക്ക് അത് വലിയ തോതിൽ ആണ് രോഗികളെ ഉൾപ്പെടെ വലയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴിതാ ഇതിലൊരു പ്രശ്ന പരിഹാരത്തിന്, അതായത് ധനമന്ത്രാലയത്തിന്റെ അടക്കം ഇടപെടൽ ഉണ്ടാകുന്നു. ഇവരുടെ പണം നൽകാനുള്ള വഴികൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ പണം മാറ്റിവെക്കാനുണ്ടോ, ഇവരുടെ കുടിശ്ശിക നൽകുവാൻ പറ്റുന്ന സാമ്പത്തിക ശേഷിയുണ്ടോ എന്നത് ആയിരിക്കാം ഒരു പക്ഷേ ഈ വകുപ്പുകൾ പരിശോധിക്കുന്നത്. അതിനുശേഷം ഉചിതമായൊരു തീരുമാനം പ്രതിഷേധക്കാരെ അറിയിക്കും. അങ്ങനെ പ്രതിഷേധക്കാർ ആ തീരുമാനത്തോട് യോജിക്കുന്നുവെങ്കിൽ തീർച്ചയായും സമരം അവസാനിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.